ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച, തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ ദിവസമാണ്, ഹൗസേ പിതാവിൻ്റെ മാസവും. അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇത് എണീറ്റ് ഇതാ കുട്ടപ്പന്മാരായിട്ട് നിൽക്കുക. ഒരാൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. പാച്ചു റെഡി ആയിക്കൊണ്ടിരിക്കണു. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന വേപ്പ് ഞാൻ ഇന്നലെ പുറത്തിങ്ങനെ വെച്ചു കേട്ടോ. കാരണം എങ്ങാനും മഴ പെയ്യുകയാണെങ്കിൽ ഒന്ന് കൊണ്ടോട്ടെ, ചൂടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നീട് ഞാൻ അതെടുത്ത് ടാപ്പിൻ്റെ അടിയിൽ കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് വെച്ച് വൈകിട്ട് ഡിവൈന് അത് നടാൻ വേണ്ടിയിട്ട് ഡിവൈൻ മുകളിൽ കൊണ്ട് നടാമെന്ന് പറഞ്ഞേക്കണം. പിന്നെ അക്കിയത് കണ്ടപ്പോൾ അക്കിക്കും ഒരു തൈ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ പതിവുപടി അറിയാമല്ലോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിൽ പോയിട്ട് ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ പിള്ളേരുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. അവർ എനിക്ക് തോന്നുന്നു ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടേക്കാണ്. കാരണം 2 പേർക്കും ഇന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഡിവൈന് പാർലറിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അത് ഡിവൈൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഇവർ പോകാനായിട്ട് റെഡിയാവുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് നോക്കി രാവിലത്തെ പാക്കിങ്ങും കാര്യങ്ങളും. കാരണം ഡൗണാണ് കൊണ്ടാക്കുന്നത്, പക്ഷേ വേഗം കഴിച്ചു വെച്ചാൽ അത്രയും പണി എളുപ്പമല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ രാവിലെ ഫസ്റ്റ് അതൊക്കെ കഴിച്ചിട്ടാണ് കിച്ചണിലേക്ക് വന്നത് കേട്ടോ. കിച്ചണിൽ വരുമ്പോഴേക്കും ഇവിടെ കൊപ്ര, ഇന്നലെ നമ്മൾ ജോയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊപ്ര ഉപ്പേരി വെച്ചിട്ടുണ്ട്, നല്ല മാങ്ങാക്കറി വെച്ചിട്ടുണ്ട്, അങ്കമാലി മാങ്ങാക്കറി വെച്ചിട്ടുണ്ട്, ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ദിവസം ഞാൻ പറയാറില്ലേ, ബ്രെഡും മുട്ടയോ ബ്രെഡും ബട്ടറോ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അവരൊക്കെ കഴിച്ചുട്ടോ. എന്താ കഴിച്ചതെന്ന് ഞാൻ നോക്കിയില്ല. ബ്രെഡിൻ്റെ വിഭവങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ കുട്ടികൾക്ക് എന്തോ നൂലപ്പം ഉണ്ടാക്കി തോന്നുന്നു കേട്ടോ. തോമുവിനിപ്പം നൂലപ്പം മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രെഡും ബുൾസൈയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇവരൊക്കെ പോയിട്ട് സമാധാനത്തിലാട്ടോ കഴിച്ചത്. അപ്പോൾ പാച്ചൂട്ടൻ എന്തോ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കണതാണ്. വാശിയല്ല, വെറുതെ ഒരു ചിണുക്കം അവനതുള്ളതാണ്. ഇടയ്ക്ക് ഒരു ചിണുക്കുള്ളത് ആ പാപ്പനോടുള്ളൊരു കൊഞ്ചലുള്ളതാട്ടോ. അങ്ങനെ ഇവർ പോകാനായിട്ട് റെഡിയായി. അങ്ങനെ ചാക്കോച്ചനും പോകുന്നുണ്ട്. ഡോണാണ് കൊണ്ടുവന്നാക്കാൻ പോണത് അവർ. അപ്പോൾ 2 പേരെയും 2 സ്ഥലത്ത്, കുട്ടികളെയും കൊണ്ടാക്കണം, അത് കഴിഞ്ഞ് ഇവരെയും കൊണ്ടുവന്നാക്കണം. അപ്പോൾ വലിയൊരു ആവശ്യത്തേക്ക് തന്നെയാണ് പോണത് കേട്ടോ. അങ്ങനെ ഇവർ യാത്രയായി. എന്താ പറയുക, അപ്പോൾ ഇവർ പോണ സമയത്ത് കുറച്ച് നേരം ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങാണ്ടിരിക്കാൻ ഫോൺ ഇവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അതൊക്കെ വാങ്ങി അതാത് സ്ഥാനങ്ങളിൽ വെച്ച് ഇവർ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ കുറേ പേര് ഡിവൈൻ്റെ ഈ ഡ്രസ്സ് കുറച്ച് 2 ദിവസം മുമ്പ് കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഏതാണെന്ന്. ഏതോ ഒരു ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. ഡിവൈൻ പറയും അത്, എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഡ്രസ്സ്. അങ്ങനെ നമ്മുടെ പാച്ചൂട്ടൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഡാഡി ഗേറ്റ് തുറന്നപ്പോൾ നമ്മൾ രാത്രിയിൽ ഗേറ്റ് ലോക്ക് ചെയ്യും. ഇപ്പോഴും നമ്മുടെ കോളിംഗ് ബെല്ല് ഓക്കെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യന് ഫ്രീ ആയിട്ടില്ല. അപ്പോൾ അവൻ വന്നിട്ട് വേണം അതൊന്ന് ശരിയാക്കാനായിട്ട്. ആ AC ഫിറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പകൽ മൊത്തം ഞാൻ ഗേറ്റ് തുറന്നിട്ടിട്ട് വാതിലിൻ്റെ ജനലയും തുറന്നിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പട്ടി കുരയ്ക്കുമ്പോൾ നമ്മളറിയാമല്ലോ. അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. 2 ദിവസം മുമ്പ് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് വന്നിട്ട് അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ പുറത്ത് ഒരു ലെറ്റർ എഴുതിയിട്ടിട്ട് പോവുക ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, നമുക്കല്ല കേട്ടോ വരുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റ് ഇപ്പോൾ തുറന്നിടുകയാണ് കേട്ടോ. അധിക ഭാഗം തുറന്നിടുകയാണ്. ചാക്കോച്ചനെ ശ്രദ്ധിക്കണം. ആകം വാതിൽ പൂട്ടിയിടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ നാത്തൂരും പുറപ്പെട്ടു. അപ്പോൾ അവർ ഞാൻ പറഞ്ഞില്ലേ മാമോദീസയുടെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 2 പേരും ഈ ഒരാഴ്ച കുറച്ച് ബിസി ആയിരുന്നു. നാളെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ആനുവൽ ഡേ, അതായത് ഇന്ന് ചൊവ്വാഴ്ച അവരുടെ സ്കൂളിലത്തെ ക്ലോസിങ് സെറിമണി അങ്ങനെ എന്തോ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സമ്മർ വെക്കേഷനാണ്. അപ്പോൾ അത് തിങ്കളാഴ്ച തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ അതുവരെ എനിക്ക് തോന്നുന്നു ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ആ 5 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ പാച്ചു എപ്പോഴാണ് പോകണേന്ന് അറിയില്ല. നാളത്തെ കഴിയാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഗേറ്റ് അടയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അതൊക്കെ അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ ഡാഡീനെ യാത്രയാക്കണം. സാധനങ്ങളുടെ കാര്യങ്ങളും ഇത് വാങ്ങിക്കലും വിൽക്കലും ഒക്കെ കൂടിയിട്ട് ഡാഡി രാവിലെ ഒരു പോക്കുണ്ടല്ലോ പോസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനുള്ള യാത്രയാണ്. അപ്പോൾ അത് ഡാഡിയും പോയി കഴിഞ്ഞ് ഞാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് ഫസ്റ്റ് തന്നെ ഒന്ന് വെറുതെ ഒതുക്കിയിട്ടു. അപ്പോൾ ഈ കിച്ചണിൽ ഒരുവിധം എല്ലാ പരിപാടികളും കഴിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒതുക്കുക വേണ്ടു. പക്ഷേ നമ്മുടെ ചാക്കോച്ചനും അപ്പയും വേഗം വന്നു. അവരെ കൊണ്ടുവന്നാക്കിയിട്ട് ടപ്പെന്ന് വെച്ചിട്ട് വന്നു കേട്ടോ. ഞാനൊന്ന്
ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോഴേക്കും അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ എൻ്റെ പിന്നീന്ന് പോവില്ല. അപ്പോൾ ആദ്യം തന്നെ മാമു വേണമെന്ന് പറഞ്ഞാൽ അവന് ചോറ് വേണം കേട്ടോ. അവന് എന്ത് കൊടുത്താലും അവന് ചോറ് വേണം. അപ്പോൾ അത് ഞാൻ തന്നെ വാരി കൊടുക്കണം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചോറ് എടുത്തിട്ട് അപ്പിളിപ്പിളൊക്കെ ആയിട്ട് കൊടുക്കുക. ചൂട്ടോടെ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് അവനെ ഡോണിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് നിന്നത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടതിന് ശേഷം ഞാൻ ഓരോ കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നമ്മുടെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും അതങ്ങോട്ട് കഴിയും. പക്ഷേ ഇവൻ ഈ ഇടയിൽ ഇങ്ങനെ കിടന്ന് കളിക്കണ കാരണം നമുക്ക് പെട്ടെന്ന് പണികൾ അവസാനിപ്പിച്ച് പോരാൻ പറ്റിയില്ല കേട്ടോ. ഒരു സംഭവം ചെയ്യുമ്പോഴേക്കും വേറൊരു കാര്യത്തിന് വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് കയറും. അപ്പോൾ ഡോൺ അവിടെ ഉണ്ടെങ്കിലും മുഴുവൻ എൻ്റെ പിന്നാലെയാണ് അവൻ നടക്കുക. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഓരോ പരിപാടികൾ കഴിഞ്ഞ് വന്നപ്പോൾ സമയം നല്ലോണം ലേറ്റായി. അപ്പോൾ ഞാൻ ഒരേ ഭാഗം ക്ലിയർ ചെയ്ത് അങ്ങനെ എനിക്ക് അപ്പോൾ ഇവരില്ലാത്ത ദിവസമാണ് ഞാൻ മൊത്തത്തിലൊന്ന് തുടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വല്ല പേപ്പർ മാറ്റുക, അല്ലെങ്കിൽ ഷീറ്റുകൾ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് തുടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാം. അങ്ങനെ ഞാൻ കണ്ട് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതാത് കാര്യങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വയ്ക്കുക, മറ്റേ ജനലേക്കൊന്ന് തുടയ്ക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ കുട്ടികളില്ലാത്തപ്പോഴാണ് ചെയ്യുക. സംഭവം ആ പണി നമ്മളെടുത്താൽ കാണില്ല, എന്നാലും നമ്മളുടെ ഒരു തൃപ്തിക്ക് നമ്മളത് ചെയ്യും. നമ്മൾ പറയില്ല, എടുത്താൽ കാണാത്ത കുറേ പണികളുണ്ടാകുന്ന സംഭവം, സമയം പോണത് അറിയില്ല, പക്ഷേ നമ്മളെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല എന്ന് പറയും. അങ്ങനെയാണ് ഇങ്ങനത്തെ കുഞ്ഞു പണികൾ കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ നിറച്ച് എണ്ണയായിരുന്നു, അപ്പോൾ അത് ഞാൻ തുടച്ചു. അങ്ങനെയുള്ള കുട്ടിപ്പണികളായിരുന്നു എൻ്റെ പണി കേട്ടോ. മെയിനായിട്ട് പണി ഒന്നുമില്ല, കുട്ടികളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇതേ ഫിൽറ്ററിൽ ഞാൻ നോക്കിയപ്പോൾ ഫിൽറ്ററിൽ മറ്റേ ഡിക്കേഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു, മറ്റേ അടുപ്പൊന്ന് തുടച്ചെടുത്തു. അങ്ങനെ കുട്ടി പണികൾ. ചാക്കോച്ചനും ഉണ്ടല്ലോ പിന്നാലെ. അപ്പോൾ രാവിലത്തെ ആ തിക്കും തിരക്കും ബഹളം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡാഡി വന്നതിന് ശേഷമാണ് അടുത്ത ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഉള്ളു. അപ്പോൾ അതുവരയ്ക്കുള്ള പരിപാടികളായിരുന്നു ഞാൻ ചെയ്യേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരേ ഭാഗം കഴിഞ്ഞ് അവസാനം ഇവിടേക്ക് എത്തി. കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി കഴുകി കഴിഞ്ഞാൽ ഫുൾ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ്റെ ചോറൂണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മണി 11:12 ആവാറായി. അപ്പോൾ അത് കഴിഞ്ഞോട് കൂടിയിട്ട് വാഷിംഗ് മെഷീനിലെ തുണികളൊക്കെ കഴുകി വന്നു. ഞാനത് ഇനി തോരയിടാൻ നിന്നപ്പോൾ ചാക്കോച്ചൻ വരാണ്ടിരിക്കാൻ ഞാൻ ഡോണോട് പറഞ്ഞു ഇടയിലത്തെ വാതിൽ അടച്ചേക്കുന്നു. കാരണം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടികളുടെ കൂട്ടിലേക്ക് പോകല്, കിണറിൻ്റെ അവിടേക്ക് കയറല്, പിന്നെ ആകെ ഒരു ഓട്ടമാണ്. അപ്പോൾ നമ്മളുടെ കൺവെട്ടത്തുനിന്ന് നിൽക്കുമ്പോഴേ അത് ശരിയാവില്ല. ഇവിടെ നമ്മളുടെ കൂടെ അപ്പോൾ ഞാൻ 3 പേരെയും ഇങ്ങോട്ട് ഇറക്കില്ല. കാരണം ഈ ടൈൽസുമ്പോൾ തട്ടി വീഴേ അല്ലെങ്കിൽ അവിടെ ഒന്ന് തട്ടേ എന്തെങ്കിലും ആവണ്ട. പിന്നെ കണ്ണ് തെറ്റിയ കിണറിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോവും. അപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുത്തൻ കണ്ടുപിടിച്ചു ഞാനിവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള വാശിയാണ് കണ്ടോ. പിന്നെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇറങ്ങി കയറണം, കിയയുടെ അടുത്തേക്ക് പോകണം. ഇന്ന് പാച്ചു കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ടായിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കൂടൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിലാണ് പോയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചില ദിവസം ഇങ്ങനെ നമുക്ക് കുറച്ച് സമയം കിട്ടും കേട്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഞാൻ പട്ടികളുടെ കൂട് കഴുകുക. അങ്ങനെ എന്താ പറയുക, അതിൽ ഫുൾ ഞാൻ വെള്ളമടിച്ച് കഴുകും അതിൻ്റെ മെത്താരിയൊക്കെ. കാരണം ഡ്രസ്സ് ചൂടായിട്ട് ഭയങ്കര ചൂടാണ് അവർക്ക്. അപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂട്ടിൽ കിടക്കാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡും ഇവിടെയും തുറന്നിട്ട് കൊടുക്കും. അപ്പോൾ അവർ നനവുള്ളടുത്ത് വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ ഇവനകത്തേക്ക് കയറ്റാൻ വേണ്ടി ഞാൻ കുറേ വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഞാൻ വാതിലിൻ്റെ ഇടയിൽ ഒളിച്ച് നിന്നിട്ട് ഒളിച്ചേന്ന് പറഞ്ഞപ്പോൾ വേഗം കയറി വന്നു. അങ്ങനെ അവനെ അപ്പം കുളിപ്പിച്ച് റെഡിയാക്കി അമ്മയെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അവൻ കയ്യുമ്പോൾ പൗഡർ ഇടും, അതാണ് അവൻ്റെ ശീലം. ഞാൻ നാൾ കാണിച്ചെന്നില്ലേ, കണ്ണെഴുതി പൊട്ട് തൊട്ട് കയ്യുമ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് കണ്ടിട്ടാണാവോ എനിക്കറിയില്ല. അങ്ങനെ അപ്പയും മോനും പോയി, ഡാഡിയും ഇല്ല. അപ്പോൾ ഞാൻ വേഗം 8 പിടിയുടെ മാലകൾ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുമ്പ് കംപ്ലീറ്റ് വൈറ്റ് ഗോൾഡിൻ്റെ കൊണ്ടുവന്നു. എനിക്ക് എടുക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് സ്റ്റാറ്റസ് ഇടുകയും വേണം. അതുപോലെ എനിക്ക് ഡ്രീം കളക്ഷൻസ് ഒന്ന് ഉയർത്തിക്കൊണ്ടിരണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, അതിനുള്ള നേരം കിട്ടണില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ അത് പേളാന്ന് വിചാരിക്കും, പേളല്ല കേട്ടോ. അത് സിൽവർ കളറിലുള്ള വൈറ്റ് ഗോൾഡിൻ്റെ ബോൾസാണ് കേട്ടോ. സിൽവർ കളറിലുള്ള ബോൾസാണ്, നല്ല ഭംഗിയുള്ളൊരു മാലയത്. ഇത് നമ്മളുടെ പാദസരമൊക്കെയുള്ള ആ മാല, പാദസരം നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെ 8 പിടിയുള്ള മാലയാണ്. ഇത് തന്നെ ഒരുവിധമൊക്കെ 6 പിടി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് എല്ലാ ഡിസൈനും ഇല്ല, എന്നാലും ഒരുവിധം ഡിസൈനൊക്കെ 6 പിടിയും 8 പിടിയും ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഫോട്ടോസ് എടുത്ത് സ്റ്റാറ്റസ് ഇടാനും പിന്നെ ഫോൾഡറാക്കി ഇടാനും ഒക്കെയുള്ള പരിപാടികളായിരുന്നു. കാരണം കുട്ടികളുള്ളപ്പോൾ ഇങ്ങനത്തെ എടുക്കുമ്പോഴേ ഈ
നമ്മൾ 2 ഇങ്ങനെ എടുത്ത് വരുമ്പോഴേക്കും 3 കൊണ്ട് അവർ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്കാച്ചാൽ റൂമിലിരുന്നിട്ട് ചെയ്യാനായിട്ട് എനിക്ക് എന്തോ ഒരു മടിയാണ്. എനിക്ക് അങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. നമുക്കത് ശീലമില്ലല്ലോ. നമ്മുടെ വസന്തേച്ചിയുള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഞാനും ഡാഡിയും റൂമിലായിരുന്നു. അവിടെ ഇരുന്ന് കംപ്ലീറ്റ് അപ്പോൾ ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിണ്ടുമ്പോൾ എന്നെ ഒന്ന് കാണണം. അപ്പോൾ നമ്മൾ മുറിയിലിരിക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കും ഇഷ്ടമല്ല. എനിക്ക് ഈ ആളും ബഹളം ഒച്ചയൊക്കെ കേട്ട് ആ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു നേരം പോക്ക് പോലെ എനിക്ക് തോന്നാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് കേട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഇഷ്ടമായിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ അത് വലിയ ഭാരമായിട്ട് തോന്നും നമുക്ക്. അങ്ങനെ ഓരോ സെക്ഷൻ ഇത് ഭയങ്കര ഇങ്ങനെ പരന്ന് എടുക്കുന്ന ഒരു പണിയാണ് കേട്ടോ. എല്ലാതും അതെ ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാതും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഏതെടുക്കണം ഏതിടണം എന്നുള്ള ആശയക്കുഴപ്പമാണ്. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞു കേട്ടോ, ആൻറ്റിയുടെ കളക്ഷൻസ് കാണുമ്പോൾ ഇതിൽ എന്ത് എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആശയക്കുഴപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 6 പിടിയിൽ വരുമ്പോൾ കുറച്ചും കൂടി കനത്തിലാണ് വരുന്നത്. 8 പിടിയിൽ വരുമ്പോൾ കുറച്ചും കൂടി കനം കുറവായിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ ഇവരെല്ലാവരും പടകൾ മൊത്തം തിരിച്ചെത്തി. ഞാൻ പറയും ഇതുവരെ ഒരു അനക്കുണ്ടാവാത്ത വീടാണ്, ഇപ്പോൾ ഇതേ എല്ലാവരും എത്തി എന്ന് പറയും. വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചെത്തിയത് കേട്ടോ. അങ്ങനെ ഡോൺ ഊണ് കഴിഞ്ഞിട്ടാണ് പോയത്. ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ കാരണം വർക്ക്ഷോപ്പിൽ നിന്ന് കാറിൻ്റെ എന്തോ സംഭവം നോക്കാനായിട്ട് ആൾ വരുന്നുണ്ട്. അപ്പോൾ ഡാഡി പുറത്ത് പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡോൺ അവിടെ നിന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡോണും പോയി. ഞാൻ എൻ്റെ പരിപാടിയിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ കയറിപ്പോയതിന് ശേഷമാണ് ഡിവൈൻ ഭക്ഷണം കഴിക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വർത്താനം പറഞ്ഞ് ആ വന്ന ആ ഒരു ഇതിൽ തന്നെ നിന്ന് ഫുഡ് കഴിച്ചു. അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം പപ്പടം വറുത്തു. ഞാൻ കൊണ്ടാട്ടം കുഞ്ഞി പാക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പറയാൻ മറക്കുകയും ചെയ്തു. എനിക്കെന്ന് വെച്ചാൽ പച്ചക്കറി ആയി കഴിഞ്ഞാൽ എനിക്ക് പപ്പടവും കൊണ്ടാട്ടവും എനിക്ക് ഭയങ്കര നിർബന്ധം കേട്ടോ. അച്ചാർ വേണമെന്നില്ല, പക്ഷേ പപ്പടവും കൊണ്ടാട്ടവും എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ സമയമായി. അങ്ങനെ ഇതൊക്കെ ഇന്നലെ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പാത്രങ്ങൾ കഴുകാനായിട്ട് ഡിമ്പിൾ പാത്രങ്ങളൊക്കെ കഴുകി തന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് യാത്രയുണ്ടായിരുന്നു ഡിമ്പിളിന് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനും എടുക്കാനൊക്കെ ആയിട്ട് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പാച്ചുവിനെ ഉച്ചയ്ക്ക് ഉറക്കണ്ടെന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അവരിതാ ഡാഡി ഡിമ്പിളും കൊച്ചും കൂടിയാണ് പോയത്. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം എന്തോ ഈ വെയിലത്ത് പോയിട്ട് വരുമ്പോഴാണ് തോന്നുന്നത് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുക. പിന്നെ നമ്മൾ പുറത്ത് പോകാനായിട്ട് സുഖം, തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇരട്ടി ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അവർക്കത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേട്. അപ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ എനിക്കത് കൊടുക്കണം അവർക്ക്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ലേറ്റായിട്ട് വരുമ്പോൾ നമുക്ക് മടിയാവും. അപ്പോൾ ഇറച്ചി വെച്ച് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാക്സിമം ആ സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കൂട്ടാം. അപ്പോൾ അങ്ങനെ ഇവിടെ പിള്ളേരുടെ പണിയാണ് കേട്ടോ. പാച്ചുപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മറിച്ച് ചാക്കോച്ചൻ ഇങ്ങനെ മറിച്ചിട്ട് ഓരോരുത്തരുടെ പേര് പറയില്ല പണി അവനിപ്പോൾ ഇതുമ്മയാണ് അവൻ്റെ മെയിൻ സംഭവം. ആൻസൺ പാച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സംഭവം എടുത്തിട്ട് ഇതിലിപ്പോൾ അവർക്ക് ഷേപ്സ് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് സ്ക്വയർ, റെക്റ്റാങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാനിത് വല്ലപ്പോഴല്ലേ കേൾക്കണം. അപ്പോൾ കുട്ടികൾ സ്ഥിരം ഇത് കേൾക്കുന്ന കാരണം അവർക്കത് പുതുമയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകം തോന്നിയിട്ടാണ് കുട്ടികൾ പറയുമ്പോൾ. അങ്ങനെ ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. അതായത് ഒരു 5-5:30 ആകുമ്പോഴാണ് ഞാൻ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്യാപ്പുണ്ട്. എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു മാങ്ങ ചെത്തി നമ്മളന്ന് ചെയ്തില്ലേ അതുപോലെ അങ്ങോട്ട് ചെയ്യാമെന്ന്. അതായത് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വേപ്പലയും മുഴുവൻ മുളകും. അപ്പോൾ എനിക്ക് ഈ മുഴുവൻ മുളക് എന്തോരം ഇടണം എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു. കാരണം കൂടിപ്പോയാൽ പണി കിട്ടും. അപ്പോൾ കുറഞ്ഞാലും സാരമില്ല എന്ന് വെച്ചിട്ട് ഞാൻ 4 മുളകാണ് എടുത്തത്, ഒരു വലിയ മാങ്ങയും. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് മാറ്റിയതിൽ അതിൽ മാങ്ങ ഇട്ടിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താ പറയുക വേവിക്കണ്ട. വേവിച്ച് കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞ പോലെയാവും. അങ്ങനെ 2 ട്രിപ്പായിട്ട് ആ വെളിച്ചെണ്ണയിലാക്കിയെടുത്തു. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ മാങ്ങയിലേക്ക് ഈ പൊടി നമ്മൾ പൊടിച്ച പൊടി, അതായത് വേപ്പലയും ഇതും കൂടി പൊടിച്ച പൊടി ആ മാങ്ങയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടു കേട്ടോ. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ആ വെളിച്ചെണ്ണ ഇതുമ്മ ഇങ്ങനെ പെരളുകയും ചെയ്തു. നല്ല ടേസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ അന്നാൾ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇന്നിപ്പോൾ
ഇഷ്ടംപോലെ മാങ്ങ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മാങ്ങയുടെ അണ്ടി എന്ന് പറയില്ലേ. അപ്പം ഞങ്ങൾ ഇത് കുട്ടികൾ ചോദിക്കാറുണ്ട് ഇതെന്താ മമ്മി പതിവില്ലാണ്ട് ഇങ്ങനൊരു സംഭവം. ഞാനും അക്കിയൊക്കെ പണ്ട് ഇങ്ങനെയാണ് മാങ്ങാണ്ടി ഇങ്ങനെ മുറിച്ച് ഉപ്പിലിട്ടിട്ട് ഗ്ലാസ്സിൽ വെക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തരുമ്പോൾ നല്ല കറുമുറുന്ന മൂക്കാത്ത അണ്ടിയുള്ളത് കേട്ടോ. അപ്പോൾ ആ കിണ്ണത്തിൽ ഞാൻ കുറച്ച് ചോറിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണ ഒരു എരിവും വേപ്പിലയുടെ ടേസ്റ്റും മാങ്ങയുടെ ഇതൊക്കെ ആയിട്ടുള്ള ആ കോരി വെച്ചത്. അപ്പോൾ അതെടുത്ത് കുറച്ച് ചോറ് ഞാൻ അതിൽ ഒരു പിടി ഇട്ടുണ്ട്. അത് കഴിഞ്ഞതേ തുണികൾ ഞാനൊക്കെ എടുത്ത് അകത്തേക്കിട്ടു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നൊക്കെ തണുക്കും. അപ്പോൾ ഇത് നല്ലോണം എന്താ പറയുക ഉഷാറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അകത്തിട്ട് മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും പിള്ളേർസൊക്കെ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ അത് വന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ മണം കേട്ടിട്ട് ചോദിക്കായിരുന്നു ഇത് എന്താണ് ഈ മണം എന്നത്. കാരണം നല്ല എന്താ പറയുക നല്ല മാങ്ങയുടെയും ഈ വേപ്പലയും ഒക്കെ കൂടെ ചൂടായ ഒരു മണം ഉണ്ടല്ലോ, നല്ല മണമായിരുന്നു കേട്ടോ. മണം മാത്രമല്ല ടേസ്റ്റും ഉണ്ട്. ഒരു പണിയില്ലല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ കുറച്ച് പയറൊക്കെ നന്നാക്കി കൊടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡാഡിയും പിള്ളേരും വരാനായിട്ട് കുറച്ച് ലേറ്റായി. ഡാഡിയും പാച്ചും അങ്ങനെ അവർ പാച്ചു അല്ല ഓച്ചും പാച്ചും ഡാഡിയും ഡോണൊക്കെ കൂടെ ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ ഡോൺ വന്ന വഴിക്ക് അവൻ്റെ ആദ്യത്തെ പണി എന്താണ് രാത്രിയിലേക്കുള്ള ഫുഡെന്ന് നോക്കലാണ് കേട്ടോ. ചോറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവർ ചപ്പാത്തി സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഇത്തിരി കഞ്ഞി ചോറായിട്ട് മതി. കാരണം ചില ദിവസം എനിക്ക് തോന്നും അങ്ങനെ കഴിക്കാതെ. അപ്പോൾ ഈ എരിവും പുളിയൊക്കെ ഉള്ളപ്പോൾ അപ്പം ഒടിപ്പയർ ഉപ്പേരിയ വെച്ചേക്കണേ. അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടം. അപ്പോൾ ഞാൻ അത് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അത് ഇനി നാളേക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കേടാവും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ചോറ് ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചൂട്ടോടെ ചോറ് വെച്ചു. കാരണം ചാക്കോച്ചനും കുറച്ച് ചോറ് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് വെച്ചു. പാച്ചുവിനും ചോറാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഫുഡൊക്കെ കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പട്ടികളുടെ ഭക്ഷണം കൊടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഈ പറഞ്ഞ പോലെ അകത്ത് കയറി ഫിൽറ്ററിൽ വെള്ളം നിറയ്ക്കൽ. എൻ്റെ കുഞ്ഞു പണികളുണ്ടല്ലോ മാക്സിമം ഫിൽറ്ററിൽ ഡാഡിയാണ് കേട്ടോ നിറയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ നിറയ്ക്കും. അപ്പോൾ ഇന്നിപ്പോൾ നിറച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ഒഴിവാവണ ഒരു ബോട്ടിലുള്ളെങ്കിൽ ആ ഒരു ബോട്ടിലായാലും ഞാനത് ഒഴിച്ച് വെക്കും. കാരണം ഇപ്പം ഭയങ്കര ദാഹമുള്ള സമയമാണ്. കുഞ്ഞു കുപ്പികൾ വെച്ചൊക്കെ ഞാൻ 3 പേർക്ക് ഓരോ കുഞ്ഞു കുപ്പി വെച്ചിട്ടുണ്ട്. അതെപ്പോഴും നിറച്ച് അതവിടെ വെക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിചാരിച്ചു നാളേക്കുള്ളതൊന്ന് പാക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ 6 ലെയറിൻ്റെ 6 ലെയർ. ഞാനത് എണ്ണാൻ മറന്നു പോയിട്ടോ. ഇത് അതെ 6 ലെയർ തന്നെയാണ്. 6 ലെയറിൻ്റെ മറ്റേ പേളിൻ്റെ മാല മറ്റേ നിറച്ച് നടുക്ക് ബീഡ്സ് ഉള്ളത് ഞാൻ 2 ദിവസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. റൈസ് പേളും വന്നിട്ടുണ്ട്. റൈസ് പേൾ 8 പിടിയാണ് വന്നിട്ടുള്ളത്. 6 പിടിയും സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും വരുമെന്ന് വിചാരിക്കണം. ഇത് 8 പിടിയാണ് കേട്ടോ. ഇതും മറ്റേതും അത് 8 പിടിയാണ്. 6 പിടിയുണ്ട്. രണ്ടും 6 പിടിയുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കൈമേലത്തെ വള. ഞാൻ എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ എൻ്റെ കൈ ഫോട്ടോ എടുത്തിട്ട് അയക്കുക ചെയ്യാം കേട്ടോ. നല്ല വളയാണ് കേട്ടോ. ഈ വളയ്ക്ക് ഞാൻ ഗ്യാരണ്ടി. ഈ വളയുടെ മോഡൽ ഞാനാട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ആൻറ്റി കമ്പി വള ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ ഫോണെടുത്ത് എൻ്റെ കൈ ഫോട്ടോ എടുത്തിട്ട് ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ എന്ന് പറയും. ഇതുപോലെ നല്ല വളയാട്ടോ. വൈറ്റ് ഫുൾ AD സ്റ്റോൺസ് ആയിട്ടുള്ള വളയാണ്. ഇത് നമ്മൾ വൈറ്റ് കണ്ടില്ലേ അതിൻ്റെ തന്നെ നല്ല റൂബിയാണ്. ഇതിൽ കളറ് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ശരിക്കും ഈ റൂബിയുടെ ഈ മാലയും ഒരു സ്റ്റഡും ഒരു റൂബി സ്റ്റോണിൻ്റെ വള ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു സെറ്റാവും. നല്ല ഭംഗിയുള്ള നല്ല പഞ്ചസാര മണി എന്ന് പറയില്ലേ അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. ക്രിസ്റ്റലാണ്. അത് മിനുക്കം കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് കുട്ടി ബ്രേസ്ലെറ്റുകൾ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ബ്രേസ്ലെറ്റ്. അപ്പോൾ ഞാൻ 1-2 പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണിച്ച് തരാമെന്ന്. അപ്പോൾ അത് ചോദിച്ച ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇനി വേറെ എനിക്ക് ഒറ്റയ്ക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതിലേതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. കാരണം ചില കുട്ടികൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഒറ്റയ്ക്കുള്ള വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ സാധനങ്ങളുടെ ഇടയിൽ നിന്ന് ആ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇത് എടുത്തിട്ട് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് കാണിച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാം സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഏറ്റവും കുഞ്ഞിത് അതായത് ന്യൂ ബോൺ കുട്ടികൾക്ക് ഒരു 28-നൊക്കെ ഇടാവുന്ന പോലെയുള്ളത് തൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടമാനം പേര് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ അങ്ങനത്തെ ബ്രേസ്ലെറ്റ്, എനിക്ക് തോന്നുന്നൊരു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത് കുഞ്ഞ് അരിഞ്ഞാണാണ്. പിന്നെ കുറച്ചും കൂടി വലിയ ഇതുള്ളത് മറ്റേ സച്ചിൻ മാലയുണ്ട്. അങ്ങനെ 3 സൈസിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കണ്ടോ സച്ചിൻ. മറ്റേത് കുറച്ചും കൂടി വീതിയുള്ള ബ്രേസ്ലെറ്റ്, ഒരു 3 വയസ്സൊക്കെ ആയി 3 4 വയസ്സായ കുട്ടികൾക്കിടാം. അങ്ങനെ നല്ല കനപ്പിടിയിലാണ് കേട്ടോ ഈ അരഞ്ഞാണം വന്നിട്ട് നല്ല കനപ്പിടിയിലാണ്. നല്ല എനിക്ക് ഡോണിൻ്റെ ഒക്കെ ചെറുപ്പത്തിലത്തെ ബ്രേസ്ലെറ്റ് ഓർമ്മ വന്നത്. 2 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലെയായിരുന്നു. നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഉള്ളതുകൊണ്ട് കനപ്പിടിയിൽ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബ്രേസ്ലെറ്റ്സ്. ഫുൾ അരഞ്ഞാണാണ്. ഒരെണ്ണം മാത്രമാണ് മറ്റേ സച്ചിന് വന്നിട്ടുള്ളത്. അത് മാത്രമേ വലുതുള്ളൂ. ബാക്കി കുട്ടികൾക്കുള്ളതൊക്കെ അരഞ്ഞാണാണ് കേട്ടോ. വേറെ തിരിച്ച് ചോദിക്കരുത് കേട്ടോ. ബ്രേസ്ലെറ്റ്സ് അതാണ് കുട്ടികളുടെ വന്നിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച മാല എനിക്ക് തോന്നുന്നു 2ാമത് അറിയാണ്ട് റിപ്പീറ്റ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോ. ഇതിൻ്റെ തന്നെ 6 പിടിയുണ്ട്, മറ്റേ 8 പിടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഈ 2 കളറാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് പേളും ഈ റൂബിയും, രണ്ടും നല്ല കളറുകളാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇത് എനിക്ക് നാളേക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ അതാത് സ്ഥാനങ്ങളിൽ വെച്ച് അഡ്രസ്സ് ചെയ്തിയ കവറുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാഡിക്ക് നാളെ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് കവറിലാക്കി പാക്ക് ചെയ്ത് വെച്ച പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് പാക്കിങ്ങിൽ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ ആകുമ്പോൾ ഭാരം ഉണ്ടാവില്ല. എന്നാലും ഇന്ന് എനിക്ക് പണി കിട്ടി. കാരണം 2-3 പാർട്ടികൾ പുറമേ നിന്ന് വരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കില്ലോ, ആ സ്റ്റോക്ക് ചെയ്ത് വെച്ചത് നാളെ 2 ടീമിന് അയക്കേണ്ടതുണ്ട്. പിന്നെ മറ്റന്നാളത്തെയുണ്ട്. അപ്പം മറ്റന്നാൾ അയക്കേണ്ടത് DTDC ആയതുകൊണ്ട് ഞാൻ നാളെ രാത്രി അയക്കാൻ വേണ്ടിയിട്ട് ഒക്കെ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ നമ്മൾ എണ്ണ എടുത്ത് നോക്കും, ഒന്ന് വെച്ച് നോക്കും. അതും ഇത് കാരണം നമ്മൾ ചിലപ്പോൾ 8-9 മാസം മുമ്പ് ഇങ്ങനെ ഓരോന്ന് വെച്ചതോ. അപ്പോൾ ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളതിങ്ങനെ ഒത്തു നോക്കും കേട്ടോ. അപ്പോൾ ഒത്തു നോക്കി 3ഉം കൂടി എന്താ പറയുക, ഒരു വിധം അങ്ങോട്ട് ഒതുക്കി അവസാനിപ്പിച്ചു. ഇനി ഒരു പാക്കിങ്ങും കൂടി ഉള്ളൂ. അത് നാളെ രാത്രി DTDCയിൽ വിടാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നാളെ പകൽ ചെയ്യാം. കാരണം സമയം ഓൾറെഡി കുറേ ലേറ്റായി. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ദിവസം എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിള്ളേരൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതിന് ഇരിക്കുക. അത് കഴിഞ്ഞ് ഡാഡിയുടെ വഴിക്ക് വിട്ടതിന് ശേഷം ഞാൻ ബാക്കി നാളെ രാവിലേക്കുള്ളത് ഞാൻ ഇതുപോലെ ഒന്നെങ്കിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ പാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ കമൻസും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയില്ല. പക്ഷേ നോക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജൊന്നും ഞാൻ നോക്കി കണ്ടു. അപ്പോൾ നിങ്ങളും പറ്റുമെന്ന് വെച്ചാൽ ആ കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചോളൂ. കാരണം ഞാൻ സാധാരണ റിമൂവ് ചെയ്യാറ് പതിവ്. ഇന്ന് ഞാൻ റിമൂവ് ചെയ്തില്ല, അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.